മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഹാസ്യ അഭിനേത്രിയായിരുന്നു കൽപ്പന. താരം വിടവാങ്ങിയിട്ട് ഇന്ന് 3 വർഷം കഴിയുമ്പോൾ കൽപ്പനയുടെ സ്ഥാനത്തേക്ക് ഇന്നും ഒരു പകരക്കാരിയെ മലയാളിക്ക് സങ്കല്പിക്കാൻ സാധിച്ചിട്ടില്ല. ഹാസ്യത്തിനൊപ്പം സ്വഭാവ നടനവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച കൽപ്പന മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് വരെ നേടിയാണ് അരങ്ങൊഴിഞ്ഞത്. മരിച്ച് 3 വർഷമായിട്ടും കൽപ്പന ഇപ്പോഴും മലയാളത്തിലെ തന്റെ സഹതാരങ്ങൾക്കിടയിൽ ഓർമ്മകൾ ഒരുപാടുള്ള നക്ഷത്രമാണ്. ബാലതാരമായിട്ടാണ് കൽപ്പന സിനിമയിലേക്ക് എത്തുന്നത്. ഒരിക്കലും കോമഡി ആർട്ടിസ്റ്റായി ചലച്ചിത്ര ലോകത്തേക്ക് എത്തരുതെന്ന് ആഗ്രഹിച്ച ആളാണ് കൽപ്പന. പക്ഷേ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന കഥാപാത്രത്തിന്റെ അഭിനയ മൂല്യം കണക്കിലെടുത്താണ് നടി കോമഡിയിലേക്ക് എത്തിയത്. ഹാസ്യത്തിനൊപ്പവും അതിനപ്പുറവും സഞ്ചരിച്ച കഥാപാത്രങ്ങളിലൂടെ അങ്ങനെ അവർ മലയാളിക്ക് പ്രിയപ്പെട്ട നടിയുമായി. കൽപ്പനയെ പരിചയപ്പെടുന്നവർക്കെല്ലാം അവരെക്കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ കൽപ്പനയുടെ അകാല മരണത്തിൽ മലയാള സിനിമ നടുങ്ങി. കൽപ്പന മരിച്ച വേളയിൽ നിരവധി ഓർമ്മക്കുറിപ്പുകളാണ് സഹതാരങ്ങൾ പങ്കുവച്ചത്. കൽപ്പനയോടുള്ള തന്റെ കടം വീട്ടിയ കഥ ദുൽഖർ പറഞ്ഞപ്പോൾ തന്റെ മൂത്ത ചേച്ചിയായിരുന്ന കൽപ്പന വിട പറഞ്ഞതിന്റെ ദുഃഖമാണ് ദിലീപ് പങ്കുവച്ചത്. വളരെ വർഷങ്ങളായി കൽപ്പന ചേച്ചിക്കുണ്ടായിരുന്ന ഒരു കടമാണ് തന്റെ ചാർലി എന്ന ചിത്രത്തിലൂടെ വീട്ടിയതെന്നാണ് ദുൽഖറിന്റെ വാക്കുകൾ. ചാർലിയായിരുന്നു കൽപ്പനയുടെ അവസാന ചിത്രം. സിനിമയിൽ ഒരു സീനിൽ താൻ ചേച്ചിക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉമ്മ കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ നീ കുട്ടിയായിരുന്നപ്പോൾ ഉമ്മ ചോദിച്ചാൽ ഒരിക്കലും തരുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ നീ തരില്ല. ഇപ്പോൾ ഈ കടലിന് നടുവിൽ വെച്ച് നീ ആ ഉമ്മ എനിക്ക് ചോദിക്കാതെ തന്നിരിക്കുന്നു. നിന്റെ കടം വീട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാണ് കൽപ്പന ദുൽഖറിനോട് പറഞ്ഞത്. എന്നാൽ സിനിമ റിലീസായി ദിവസങ്ങൾക്കുള്ളിൽ കൽപ്പന മരിച്ചപ്പോൾ തനിക്ക് അത് ഉൾക്കൊള്ളാനായില്ലെന്നും താരം പറഞ്ഞു. കൽപ്പനയെ താൻ മൂത്ത ചേച്ചിയെ പോലെയാണ് കണ്ടിരുന്നതെന്നും അവരുടെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടിയെന്നുമാണ് ദിലീപ് പറഞ്ഞത്. മരണവാർത്ത അറിഞ്ഞപ്പോൾ ആരോ വ്യാജ മരണവാർത്ത ചമച്ചതാണെന്നാണ് കരുതിയത്. പിന്നീടാണ് അത് സത്യമാണെന്ന് മനസ്സിലായത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തീർത്തും അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം ദിലീപിന്റെ അനിയത്തിയായും സുഹൃത്തായും ബന്ധുവായും എല്ലാം അഭിനയിച്ചിട്ടുള്ള കൽപ്പന ദിലീപിന്റെ ഭാര്യയായും അഭിനയിച്ചിട്ടുണ്ടെന്നത് അധികം ആർക്കും അറിയില്ല. മലയാള മാസം ചിങ്ങം 1 എന്ന പടത്തിലാണ് താരത്തിന്റെ ഭാര്യയായി കൽപ്പന അഭിനയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.